എൻ്റെ രാവിലത്തെ 5 കിലോമീറ്ററോളം വരുന്ന ഓട്ടം ആരംഭിക്കുകയാണ്. ഐ എം സ്റ്റാർട്ടിങ് മൈ 5 kilometer റൺ ഇൻ ദ മോർണിംഗ്. This I showing you to make you sure that you too can, if you want and if you try. വളരെ മോശം റോഡാണ്. വർഷങ്ങളായി ഈ അവസ്ഥ കിടക്കുകയാണ്. ഒരു കവലയാണ്, 600 മേലം കവല. ഇവിടുത്തെ വഴിയുടെ അവസ്ഥ ഒരു ഓട്ടത്തിൻ്റെ 2.5 കിലോമീറ്റർ പകുതി ഭാഗം പൂർത്തിയായിരിക്കുകയാണ്. കവലയുടെ പ്രത്യേകത ഈ കവലയുടെ പ്രത്യേകത കണ്ടോ? രാവിലെ 5:30 മണിയാകുമ്പോൾ ഇവിടെ അനേകം കടകൾ, പല കടകൾ, മിക്കവാറും കടകളെല്ലാം തുറന്നിരിക്കുകയാണ്. ഇവിടെ ഒരു പഴക്കട, 2 പലചരക്ക് കട, ബേക്കറി, 3 ചായക്കടകൾ. ഇത്രയും കടകൾ രാവിലെ 5:30 കഴിയുമ്പോൾ തുറന്നിരിക്കുകയാണ്. വളരെ രസകരമായൊരു കാഴ്ചയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. വളരെ പുലർകാലം തന്നെ ഇവിടുത്തെ ജീവിതം ആരംഭിക്കുകയാണ്. വെളുപ്പിനെ വരുന്നവർക്ക്, 5 മണി കഴിഞ്ഞ് വരുന്നവർക്ക് ചായ കുടിക്കാനും പലചരക്ക് വാങ്ങാനും പഴം വാങ്ങിക്കാനും ഒക്കെയുള്ള സംവിധാനമാണ് ഇവിടെ ഉള്ളത്. നോക്കൂ, ഇതൊരു കയറ്റമാണ്.
അത് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഏകദേശം 5 കിലോമീറ്റർ വരുന്ന ഓട്ടം പൂർത്തിയാക്കാൻ 40-45 മിനിറ്റാണ് എടുക്കുന്നത്. വളരെ സ്ലോ റണ്ണാണ്. അത്യാവശ്യം വന്നാൽ ഇടയ്ക്കും നിൽക്കും. ഞാൻ നടക്കാൻ പോയപ്പോൾ 8 വർഷം മുമ്പ് നടക്കുന്ന സമയത്ത് 1 മണിക്കൂർ നടക്കുമായിരുന്നു. അങ്ങനെ നടക്കുന്നതിനിടയ്ക്കൊന്ന് ഇച്ചിരിച്ചൊന്ന് ഓടി നോക്കുക ആണെങ്കിൽ ഹാർട്ടിൻ്റെ ഇടിപ്പ് കുറച്ചുകൂടെ കൂട്ടി ഇടയ്ക്കൊന്ന് ശകലം ഒന്ന് ഓടുന്നത് നല്ലതാണെന്ന് ഒരു ഉപദേശം കേട്ടപ്പോൾ അങ്ങനെ അല്പം ഏതാനും ചൂടുകളൊന്ന് ഓടി നോക്കി. അങ്ങനെ അത് കുറച്ചുകൂടെ ദീർഘിപ്പിച്ചു. അങ്ങനെ ഓടി അത് ആ ഇടയ്ക്ക് തന്നെ ഒരു 2.5 കിലോമീറ്റർ റെഗുലറായിട്ട് ഓടാൻ തുടങ്ങി. ഒരു 5 വർഷമായിട്ട് 2.5 കിലോമീറ്റർ ഓടുകയായിരുന്നു. ഒരു 6-7 വർഷമായിട്ട് 2.5 കിലോമീറ്റർ പതിവായി ഓടുകയും ബാക്കി നടക്കുകയുമായിരുന്നു. എന്നാൽ അടുത്തിടെ ഒരാളുടെ ഒരു അനുഭവം കേട്ടു. അദ്ദേഹം മാരത്തോൺ ഓടുന്ന ഒരാളാണ്. 45 വയസ്സോളം ഉള്ള ഒരു മനുഷ്യനാണ്. പല പ്രാവശ്യം മാരത്തോൺ ഓട്ടം ഓടിയ ആളാണ്. അദ്ദേഹം പറയുന്നത് കേട്ടു, നമ്മുടെ മനസ്സിൻ്റെ ചിന്തയാണ് നമുക്കിതിന് തടസ്സമല്ല. ശരീരത്തേക്കാൾ ഒരു മനസ്സിനായിട്ട് നമുക്കിത് സാധിക്കുകയില്ല, അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുകയില്ല, എനിക്കിത്രയും വയസ്സായി, അല്ലെ ഓടാൻ പറ്റുകയില്ല, ഈ പ്രായത്തിൽ എങ്ങനെ ഓടണം, അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ മനസ്സിൽ നമ്മളെ തന്നെ വിലക്കി തടസ്സപ്പെടുത്തുന്നതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയാത്തത്. മനസ്സിന് മാറ്റം വന്നാൽ, ഞാൻ ഉദാഹരണത്തിന് 2.5 കിലോമീറ്റർ അത് തന്നെ വലിയ കാര്യമാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ പോലും ഞാൻ അങ്ങനെ 2.5 കിലോമീറ്റർ ഓട്ടം ഓടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ പ്രായത്തിൽ 2.5 കിലോമീറ്റർ ഓടുന്നത് വലിയ കാര്യം തന്നെയാണ്. എന്ന് ആത്മസംതൃപ്തിയിൽ ഇരിക്കാം. പക്ഷേ എന്നേക്കാൾ ഒരു ദിവസം ഞാനിങ്ങനെ ഓടുമ്പോൾ എന്നേക്കാൾ പ്രായവും വണ്ണവും ഉള്ള ഒരാൾ ഓടുന്നത് കണ്ടു. അത് അപൂർവമായിട്ട് ഞാൻ അങ്ങനെ കാണാറില്ല. ഒരാളെ അങ്ങനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എത്ര കിലോമീറ്റർ ഓടുമെന്ന് ചോദിച്ചപ്പോൾ 10-12 എന്ന് പറഞ്ഞു. അത് വലിയൊരു അത്ഭുതകരമായ കാര്യമായി എനിക്ക് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മാരത്തോൺ ഓടിയ ഒരു ഡോക്ടറുടെ അനുഭവം കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ മനസ്സാണ് ഇതിനകത്ത് ബ്ലോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മാരത്തോൺ ഓടുന്നതിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഒരു ബേസ് ചെറുതായിട്ട് ഓടിത്തുടങ്ങുക. ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു 5 കിലോമീറ്ററാണ് എന്ന് പറഞ്ഞു. 5 കിലോമീറ്റർ ഓട്ടാനായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, 2.5 കിലോമീറ്റർ ഇങ്ങനെ ഓടുന്ന ഞാൻ എന്തുകൊണ്ടൊരു 5 കിലോമീറ്റർ ഓടിക്കൂടാ. അതിൻ്റെ ഫലമായിട്ട് ദ വെരി നെക്സ്റ്റ് ഡേ ഐ സ്റ്റാർട്ടഡ് ടു റൺ 5 കിലോമീറ്റേഴ്സ്. 2.5 നിന്ന് നേരെ ഇരട്ടി 5 കിലോമീറ്റർ ഓടാൻ പിറ്റേ ദിവസം തന്നെ ദൈവം സഹായിച്ചു. അന്ന് മുതൽ ഞാൻ ഈ 5 കിലോമീറ്റർ ഓടുകയാണ്. നിങ്ങൾക്ക് മനസ്സ് വച്ചാൽ, കാരണം നമുക്കൊരു ശരീരമേ ഉള്ളൂ, ആകെ ഒരു ശരീരമേ ഉള്ളൂ, അത് പോയാൽ എല്ലാം പോയി. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെയല്ല, മാനസികമായ ഒരു കാര്യം നേടിയെടുത്തു എന്നുള്ളത്. നോ പെയിൻ നോ ഗെയിൻ. ആ നേടിയെടുത്തതിൻ്റെ അച്ചീവ്മെൻ്റ്, ഒരു ആത്മസംതൃപ്തി, മനസ്സിൻ്റെ സംതൃപ്തി, ശരീരത്തിൻ്റെ ആരോഗ്യം. അത് നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റം ജീവിതത്തിലുണ്ടാകും. ജീവിതത്തിനൊരു പുതിയ ഉന്മേഷമുണ്ടാക്കും. ഓൾ ദി ബെസ്റ്റ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊരു ഓടാൻ ഉത്തേജനം തോന്നിയെങ്കിൽ അതിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക.